സൂപ്പർ സ്റ്റാറിനെ പ്രണയിച്ച കാന്താരി. രചന സിലൂട്ടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ കുഞ്ഞണി, നിന്നോട് ഞാൻ എത്ര നേരമായി സാധനം വാങ്ങാൻ പോകാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കുക? തുടർച്ചയുള്ള അമ്മയുടെ 10ാമത്തെ അലർച്ച കൂടി കേട്ടതും ഞാൻ ചവിട്ടിത്തുള്ളി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലേ അമ്മേ, എനിക്ക് പറ്റില്ലാന്ന്. ഇവിടെ അറിയാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകാനാ? നോ, നെവർ. നഖത്തിലിട്ട നെയിൽ പോളിഷ് ഉണങ്ങാൻ വേണ്ടി അതിലേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു. ടപ്പേന്നൊരു സൗണ്ട്. സംഭവം ഉൽക്ക് വീണൊന്നല്ല, അമ്മയുടെ സ്ഥിരം ദേഷ്യത്തിലാണെന്ന് കാണിക്കാനുള്ള ക്രിറ്റീരിയ ആണ്. പാത്രത്തിന്റെ മൂട് കൊണ്ടുപോയി നിലത്തിടിക്കുന്നത്. അവൾക്ക് കണ്ട ലേസും മാർക്കോണിയൊക്കെ വാങ്ങാൻ ഇവിടുന്ന് പുറത്തിറങ്ങാം. ഞാൻ പറഞ്ഞാൽ മാത്രം ഓരോ ന്യായങ്ങള്. മാർക്കോണി അല്ലമ്മേ, അത് മക്രോണിയാ, മക്രോണി. ഞാൻ തിരുത്തി കൊടുത്തു. ദേ തുറിച്ചോട്ടം വീണ്ടും. ഓഹോ, എന്നെ തിരുത്താൻ വന്നോ? പറഞ്ഞൊന്നും കേൾക്കില്ല. ഇതിനൊക്കെ ഈ നാട്ടിലൊപ്പം വിളിച്ചോണ്ട് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയും വരട്ടെ, നിന്നെ നാട്ടിലേക്ക് അയാളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്നെ കാര്യം. മമ്മി മേരാ വീക്ക്നെസ്സിൽ ജമ്പി പിടിച്ചു. എന്റെ വീക്ക്നെസ് ഇവിടെ ഉണ്ടാകുമ്പോ ഞാൻ നാട്ടിൽ പോകാനോ? അത് ചത്താലും നടക്കൂല, ഞാൻ നടത്തിപ്പിക്കൂല. സാധനം വേണം, അത്രയല്ലേ ഉള്ളൂ. ലിസ്റ്റ് ഇട്, ഞാൻ പോയി ഡ്രസ്സ് മാറി വരുന്നു. അവസാനം ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു. എന്റെ തള്ളയായോണ്ട് പറയല്ല, പറഞ്ഞ പോലെ തന്നെ ചെയ്യും. നമ്പാത്. റൂമിലേക്ക് കയറി ക്ലോക്കിലേക്ക് നോക്കി. അങ്ങേര് സ്റ്റുഡിയോയിൽ നിന്ന് വരാനുള്ള സമയമാവുന്നുണ്ട്. ഇന്നത്തെ കോട്ട എന്റെ ലെറ്റർ അങ്ങ് കൊടുത്തില്ലല്ലോ. എന്തായാലും ലെറ്റർ നിക്ഷേപിക്കേണ്ട പോകുന്ന വഴി തന്നെയാണല്ലോ. അപ്പൊ ഒരു വടിക്ക് 2 പക്ഷി. വേഗം അവിടെയുള്ള ബുക്കിൽ നിന്ന് പേപ്പറും വലിച്ചു കയറി. പെണ്ണെവിടെ? അവിടെ മൊത്തം തപ്പിയിട്ട് സാധനം കിട്ടിയില്ല. അവസാനം വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഇന്നലെ തീർന്ന് വലിച്ചെറിഞ്ഞ പേനയുടെ റീഫില്ലർ എടുത്ത് ഊതി തുപ്പലിനൊപ്പം ഇച്ചിരി മഷി കൂടി പുറത്തേക്ക് ചാടിപ്പിച്ചവും മനസ്സിലേക്ക് വന്നു. ഇന്നലെ അപ്പുറത്തെ ഫ്ലാറ്റിലെ കുട്ടുവിന്റെ കയ്യിൽ നിന്ന് പൊക്കിയ ലെറ്ററിലുണ്ടായതൊക്കെ അങ്ങ് എഴുതി വിട്ടു. ദിവസം ഇതുപോലെ ഒപ്പിക്കാൻ കഷ്ടപ്പാടാണെന്ന് എഴുതിയതിലൂടെ ഒന്നുകൂടെ കണ്ണോടിച്ച് പേപ്പറിന്റെ അറ്റത്തായി എന്ന് ജയ്യേട്ടന്റെ സ്വന്തം ആണിന്ന് കൂടി ചേർത്തു. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ചുമല ഫാബ്രിക് കളർ ചുണ്ടിൽ തേച്ച് ലെറ്ററിന്റെ പുറത്തൊന്ന് മുത്തി. കളറായിട്ടുണ്ട്. വെൽഡൺ ആണി, വെൽഡൺ. സ്വയം പ്രശംസിച്ച് ഞാൻ ധൃതംഗ പുളകിതയായി നിൽക്കുമ്പോഴാണ് അമ്മയുടെ ഡയഫ്രം പൊട്ടിക്കാൻ പാകത്തുള്ള അലർച്ച കേട്ടത്. അതോടെ നേരെ ബാത്റൂമിലേക്ക് ഓടി ചുണ്ട് തേച്ചുരച്ച് കഴുകി. അമ്മയെങ്ങാനും അങ്ങനെ കണ്ടാൽ തീർന്ന്. ആരുടെ അടുത്ത് ചുണ്ണാമ്പ് ഉപയോഗിക്കാൻ പോയിട്ടുണ്ടെന്നായിരിക്കും അടുത്ത ചോദ്യം. ബാത്റൂമിൽ നിന്നിറങ്ങി കിട്ടിയ ഷോർട്സിന്റെ മുകളിലേക്ക് ഒരു പാവാട വലിച്ചു കയറ്റി. ഉച്ചിയിൽ കെട്ടിയ മുടി വാരി പോണിറ്റയിൽ കെട്ടി കണ്ണാടിയിൽ നോക്കി. മുന്നിലെ 2 സൈഡിൽ നിന്ന് മുടി വലിച്ച് മുന്നിലോട്ടിട്ട് അത് വിരൽ കൊണ്ട് കറക്കി കൗളിൽ പറ്റിച്ച് റൈറ്റ് ആംഗിളും ലെഫ്റ്റ് ആംഗിളും തലയിരിച്ച് നോക്കി. കുഴപ്പമൊന്നില്ലെന്ന് ഉറപ്പുവരുത്തി നേരത്തെ എഴുതിയ ലെറ്റർ കക്ഷത്തിലിറക്കി പുറത്തേക്ക് ഇറങ്ങി. തമ്പുരാട്ടിയുടെ ഒരിക്കൽ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അമ്മയുടെ ക്ലീഷേ ചോദ്യം കേട്ട് ടീഷർട്ടിന്റെ സ്ലീവ് ചെറുതായി ഫോൾഡ് ചെയ്തുകൊണ്ട് അമ്മയെ നോക്കി പുച്ഛിച്ചു. സമയങ്ങളെ ലിസ്റ്റ് ഇട്, എനിക്ക് വന്നിട്ട് പണിയുണ്ട്. ഏത് സമയ ഫോണിൽ കണ്ട ചെക്കന്മാരുടെ കോപ്രായും വായി നോക്കി ഇളിക്കില്ലല്ലേടി നിന്റെ പണി. അപമാനം അമ്മയായി പോയി. തള്ള മെൻഷൻ ചെയ്ത സംഭവം റീൽസാണ്. ദിവസം തോറും വളർന്നു വരുന്ന ചുന്ദരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയല്ലേ. അതിലെന്താണ് ഇത്ര തെറ്റ്? തീരെ കാലബോധമില്ലാത്തൊരു അമ്മ. ഏത് നേരം ആ മൊബൈൽ തന്നെ കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കില്ല. കാരണം കിട്ടിയെന്ന് കണക്ക് അമ്മ പറയാൻ തുടങ്ങിയതും അതിനിവിടെ കുപ്പയുണ്ടോ അമ്മേ എന്ന ചോദ്യം മനസ്സിലേക്ക് വന്നെങ്കിലും എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രം ഞാനൊന്നും മിണ്ടിയില്ല. കഴുത്തിലൊരു കൊതുക് വന്നിരിക്കുന്നുണ്ട്. അതിനടിക്കാൻ കയ്യുയർത്തിയതും ദേവമാണ് കക്ഷത്തിൽ ആ ലെറ്റർ നിലത്തോട്ട്. അമ്മയൊന്ന് ഇടങ്ങണ്ണിട്ട് നോക്കി ലെറ്റർ കൈകളിലാക്കിയതും അമ്മ പുരികം ചുളിച്ച് നോക്കുന്നുണ്ട്. എന്തുവാടിയാ അത്? അമ്മാസ് ചോദ്യമെത്തി. ലവ് ലെറ്ററാ, എന്റെ കാമിന് വേണ്ടി എഴുതിയതാ. പോണ വഴിക്ക് കൊടുക്കാന്ന് വെച്ചു. എന്തേ? വീണ്ടും തർക്കുത്തരം. ഇതിനോടൊക്കെ മിണ്ടാൻ പോണ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഈശ്വര. അമ്മ തലയിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി. സത്യം പറഞ്ഞപ്പോ തർക്കുത്തരെന്ന്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സത്യം കയ്പാണ് ഉണ്ണി, കയ്പ്. ലിസ്റ്റ് അവിടെ ഇവിടെയും തങ്ങിൽക്കാ വേഗം ഇറങ്ങി പോന്നോണം. കയ്യിലേക്ക് ലിസ്റ്റും പൈസയും തന്ന അമ്മ പറഞ്ഞു. ഞാൻ കയ്യിലെ ലിസ്റ്റിലേക്കും പൈസയിലേക്കും മാറി നോക്കി. ലിസ്റ്റിലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയുള്ള കറക്റ്റ് പൈസ മാത്രം ഒരു 2 രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ദിസ് ഈസ് വെരി ചീറ്റിംഗ് മിസ്സിസ് സരസു, ചീറ്റിംഗ്. അമ്മ, ഇതിലെവിടെ എന്റെ കമ്മീഷൻ? എന്റെ കോലുമിഠായിക്കുള്ള 5 രൂപയുടെ നേരത്തെ കാലത്തും കെട്ടിയിരുന്നെങ്കിലേ നീ പെറ്റ കോലുമിഠായി ഊമിയടക്കാനുള്ള പ്രായമായനെ. അപ്പോഴവിടെ ഒരു 5 രൂപയും കോലുമിഠായി പൊക്കോണം ഇവിടുന്ന്. അമ്മയുടെ ഡയലോഗ് കേട്ട് ഏടത്തിയെ പേരെടുക്കാൻ ഈ നാട്ടിലേക്ക് വന്ന അമ്മ കല്യാണം പോലും കഴിക്കാത്ത എന്റെ പേര് ഇപ്പൊ തന്നെ എടുക്കുമെന്ന് തോന്നിയതും അവിടുന്ന് ഒറ്റ എസ്കേപ്പിലായിരുന്നു. എന്റെ ഒരേ ഒരു ഏട്ടന്റെ ഒരേ ഒരു ഭാര്യയുടെ പ്രസവം നോക്കാൻ വേണ്ടിയാണ് മേലെടുത്ത് സരസ്വതി എന്ന എന്റെ അമ്മയായ സരസു ഈ ബാംഗ്ലൂർ നഗരത്തിൽ കാലൂത്തിയത്. കൂടെ എന്റെ ഈ 2 കാലും ഉടലും കൂടി ഉണ്ടായിരുന്നു. കാല് പിടിച്ച് കെഞ്ചിയിട്ട് നിരാഹാരം കിടന്നിട്ടും ഈ നാട്ടിലേക്ക് എന്നെ കൂടെ കൂട്ടില്ലെന്ന് സരസു തറപ്പിച്ച് പറഞ്ഞെങ്കിലും അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെയുള്ള സ്വർണം കെട്ടുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോകുന്നുള്ള എന്റെ ഒറ്റ ഡയലോഗിൽ അമ്മ എന്റെ ബാഗും പാക്ക് ചെയ്ത് വെച്ചു. രാവിലെ വെറും വയറ്റിൽ തന്നെ അപ്പുറത്തെ വീട്ടിലെ ടെറസിൽ കുത്തിയിരുന്ന് പല്ല് തേക്കുന്ന ബംഗാളിനെ വായി നോക്കുന്ന അമ്മയും കണ്ടതാണ്. പറഞ്ഞിട്ടെന്താ, വാ തുറന്നില്ലെങ്കിൽ നമ്മ ബംഗു അല്ലാത്ത ലുക്കാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കണ്ണും ചെവി ആർട്ടൊക്കെ ഒരുത്ത് അടിച്ചുകൊണ്ട് പോയില്ലേ. തുള്ളിച്ചാടി ലിഫ്റ്റിൽ കയറാൻ പോകുമ്പോഴാണ് ഒരു സാധനത്തിന് കൂടി എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്. അതോടെ മുന്നിലേക്ക് വെച്ച വലതുകാലം തിരിച്ചു വെച്ച് പുറകിലേക്ക് ഓടി. ഫ്ലാറ്റ് നമ്പർ ബിയുടെ മുന്നിലെത്തിയതും അവിടുത്തെ കോളിംഗ് ബെൽ കൈവിടാതെ അമർത്തി നോക്കി.
എന്റെ വെറുപ്പിക്കൽ സഹിക്കാൻ വയ്യാതെ ചെവിയും തിരുമ്മിക്കൊണ്ട് അങ്കിൾ വാതിൽ തുറന്നു. ഞാൻ അന്തസ്സായി ഇടിച്ചു കാണിച്ചു. ഓ അരേ സനാവി ബേട്ടി നശിപ്പിച്ച്. എന്റെ അങ്കിളെ ഇന്ന് നാക്ക് പഠിച്ചില്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു തന്നു. സനാവി അല്ലടേ, സാൻവി ഒബ്രോയ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുറ്റും നോക്കി. സരസ്വൊന്നും ഈ ഭാഗത്തില്ലല്ലോ അല്ലേ? തന്തയുടെ പേര് മാറ്റി പറഞ്ഞുകൂടിയെന്നും പറഞ്ഞ് കിട്ടും നടുമ്പുറത്തേക്ക്. പണ്ട് ഇഷ്ക് ബാസ് കണ്ട് ശിവായ് സിംഗ് ഒബ്രോയിയുടെ ക്രഷ് അടിച്ചപ്പോൾ മുതൽ സാൻവി സുകുമാരിൽ നിന്ന് എന്റെ പേര് ഞാൻ തന്നെ സാൻവി ഒബ്രോയിലേക്ക് മാറ്റിയതാണ്. പക്ഷെ ആരും അറിഞ്ഞില്ലെന്ന് മാത്രം. സിൻവി ബേട്ടി തും അന്തർജ. ഓ സനാവി സിൻവി ആയ. ഇനി നാളെ വരുമ്പോഴേക്കും സുനാമയാവതിരുന്ന ഭാഗ്യം. ഈ മലയാളം നേരെ വഴങ്ങാത്ത അങ്കിളിനെ ഇനിയും പേര് പഠിപ്പിക്കാന്നാലേ സമയം മറുകയാന്ന് അറിയാവുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ട്യൂഷൻ നിർത്തി അകത്തേക്ക് കയറി. അങ്കിൾ തുമാര ബേട്ടി കാഹം ഹേ? അവല് വാല് വെച്ച് കിടപ്പുണ്ട് അന്തർ. അകത്തേക്ക് ചൂണ്ടി അങ്കിള് പറഞ്ഞ് ഞാൻ അന്തം വിട്ട് നോക്കി. വാലോ? യെസ് വാൽ വോമിറ്റിംഗ്. അങ്കിൾ നാഗ് പുറത്തേക്കിട്ട് കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് പറഞ്ഞു. ഓ വാള് എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് ഓടി. റൂമിൽ വയറ്റത്ത് കയ്യും വെച്ച് മുകളിലേക്ക് നോക്കി എന്തൊക്കെ ആലോചിക്കുന്ന കൊമ്മിയെ കണ്ടതും എനിക്ക് ഏകദേശം കാര്യം കിട്ടി. എടി കൊച്ചുകള്ളി, മാർക്കറ്റ് മുതലാളി പണി പറ്റിച്ചല്ലേ? എന്നാൽ എന്നോടൊരു വാക്ക് പറയായിരുന്നു. അവളുടെ അടുത്ത് ബെഡിലേക്ക് ചാടിക്കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അവൾ ഞെട്ടി എഴുന്നേറ്റ് എന്നെ നോക്കി നെഞ്ചിൽ കൈവച്ചു. ഓ പിശാച്, മനുഷ്യന് പാർട്ടിയിലേക്ക് വന്നേന്, എന്നാലും ഇങ്ങനെ ഒപ്പിച്ചടേ? ഞാൻ താടി കയ്യും വെച്ച് ചോദിച്ചു. അവൾ കണ്ണുമിഴിച്ച് എന്നെ നോക്കി. എന്തൊപ്പിച്ചെന്ന്? അല്ല ഈ ഗർഭം. അവളുടെ അമ്മൂമ്മയുടെ ഗർഭം. അവളുടെ വയറ്റിൽ കൈവച്ച് ഞാൻ പറഞ്ഞു. ഒരൊറ്റ ആട്ടായിരുന്നു. നേരത്തെ അമ്മയുടെ വക, ഇപ്പൊ അവളുടെ വക. തിരുപ്പതി ആയി നോമിന് തിരുപ്പതി. പിന്നെ എന്തിനാണ് നീ വാള് വെച്ചേ? ഒന്ന് വാള് വെച്ചെന്ന് വെച്ച് ഗർഭുണ്ടാവോ? നാളെ എന്റെ പപ്പയെങ്ങാനും വാള് വെച്ചെന്ന് നീ അങ്ങനെ ഗർഭശ്രീമാനാക്കൂടി. അവളുടെ പല്ലടിച്ചുള്ള നോട്ടം കണ്ട് ഞാനൊരു കയ്യപ്പ് തന്നെ കണക്ക് ഇളിച്ച് കാണിച്ചു. അല്ല അങ്കിളാ പറഞ്ഞേ നീ വാല് വെച്ച് കിടപ്പുണ്ടെന്ന്. വന്നപ്പോ നീയാണെങ്കിൽ വയറ്റത്ത് കയ്യും വെച്ച് ആലോചനയിലൊക്കെ കൂടി കലക്കി നോക്കിയപ്പോ പിന്നെ പാതിരാത്രി ഒരു ടിൻ കേക്ക് മൊത്തം അടിച്ചു കയറ്റിയിട്ട് അതൊരു വാള് വെക്കലിൽ നിന്ന് ആരുടെയോ ഭാഗ്യം. വാതിലടുത്തുനിന്ന് ആന്റി പറഞ്ഞു. ഞാൻ ഞെട്ടി നോക്കി. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ അല്ലേ? പിന്നെ ഞാനത് തിന്നില്ലായിരുന്നു, കാണായിരുന്നു. പപ്പയുടെ 200 രൂപ നഷ്ടമായേനെ. എന്ത് കഷ്ടപ്പെട്ടിട്ടാ പപ്പ 1 രൂപ വരെ ഉണ്ടാക്കുന്നത്? അടുക്കളയിലേക്ക് പോയ ആന്റിയുടെ നേരെ വിളിച്ചു പോയിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ അവളെ നോക്കി പുരികം പൊക്കി. പൈസ നഷ്ടം? വാട്ട് യു മീൻ മിസ് കൊമ്മി? അതായത് പപ്പ 1 മാസം മുന്നേ കൊണ്ടുവന്ന കേക്ക് ഞാൻ കാണാതെ അമ്മ ഒളിപ്പിച്ചു വെച്ചടി. ഇന്നലെ രാത്രി 11 മണിക്ക് ആകുമ്പോൾ സ്ഥിരം അവനുള്ള വഴക്കഴിഞ്ഞ് അതിന്റെ ക്ഷീണം തീർക്കാൻ അടുക്കളയിലേക്ക് പോയതാ. അവസാനം തപ്പി അരിയാളത്തിനുള്ളിൽ ഇതേ ഒരു കേക്ക് ടിന്ന് അതെടുത്ത് നോക്കുമ്പോഴേ കണ്ട് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ. അങ്ങനെ ഞാൻ 12 മണി വരെ കഷ്ടപ്പെട്ട് അത് മുഴുവൻ തിന്നു. ഇന്നലെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ, അത് തിന്ന് തീർത്തില്ലായിരുന്നെങ്കിലോ ഇന്ന് അത് വെറും വേസ്റ്റ് ആയിരുന്നില്ലേ? ഇവിടെ ആർക്കും ഫുഡിന് വിലയുമില്ല. അത് തിന്ന് വീണ്ടും അവനെ വിളിച്ചൊക്കെ കോംപ്രമൈസ് ആക്കി സൊള്ളിക്കൊണ്ടിരിക്കുമ്പോഴാ വയറ്റിലൊരു വിമ്മിഷ്ടം. അപ്പൊ തുടങ്ങിയ വാളാ. അത് തീരുമ്പോ രാവിലെ ആയി. ഭയങ്കര സീരിയസ് ആയി അവൾ പറഞ്ഞു. ഞാൻ അവളെ നടിമുടി നോക്കി. അവൾ ഇവിടെയൊന്നും ജനിക്കേണ്ടതല്ല, ജനിക്കേണ്ടതേ അല്ല. എന്നിട്ട് വൈകുന്നേരമായിട്ട് കുറവില്ലേ? എനിക്കെന്ത് കുഴപ്പം? ഇവിടുന്ന് എഴുന്നേറ്റ് അപ്പ അമ്മ തൂക്ക് തുടക്ക് ഇച്ചിരി തേങ്ങ ചിരക് അങ്ങനെ പല ഭാരിച്ച ജോലികൾ എന്റെ തലയിൽ വെക്കും. പറഞ്ഞിട്ടെന്നാ ബാംഗ്ലൂരാണ് താമസെങ്കിലും താൻ ടിപ്പിക്കൽ മലയാളിയാണല്ലോ എന്റെ അമ്മ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റിങ്ങിന് വരുന്ന പനിയും വാളൊക്കെ ഞാൻ അങ്ങ് മാക്സിമം ഉപയോഗിക്കും. അവൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവൾ ആരാധനയോടെ നോക്കി. എനിക്കെന്താ ഇങ്ങനെ ഒരു ബുദ്ധി വന്നില്ല? ഇനി മുതൽ എനിക്ക് ആഴ്ചക്ക് പനി പിടിക്കണേ. ഇടയ്ക്കൊരു ദിവസം വയറിളക്കോ. ഈശ്വരാ എന്ത് സുഖായിരിക്കും. ഞാൻ പറയുമ്പോഴാ ഞാൻ നിന്നെ കൂടെ കൂട്ടാൻ വന്നാ. മാർക്കറ്റിൽ പോവാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡ്രസ്സ് മാറിയും പോര്. ഒരു രോഗിയായ എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ആണി വല്ലാതെ വേഷം കണ്ടിലെടുക്കലേ. ഞാൻ പോണു ജീമാട്ടിലേക്കാ. ഇപ്പൊ വന്ന് ഞാൻ കൂടെ കൂട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി. ജീമാട്ട് എന്ന് കേട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്ര സ്പീഡോ? ബംഗാളിയായ രശ്മീന്ദർ ഖാനും മലയാളിയായ സുശീലക്കുണ്ടായ എരപ്പാളിയാണ് ഈ ഓടിപ്പോയ മുതൽ. ഇവളുടെ ബംഗാളിയുടെ ആടി കോകിൽ മിർഷ എന്നൊക്കെയാണ് ഇവൾക്ക് പേരിട്ടെങ്കിലും ഞാനതിൽ ആദ്യത്തെ കോയും മിർഷയുടെ മീയും എടുത്ത് കൊമ്മി എന്നാക്കി. അല്ലാതെ മറ്റേതൊക്കെ വായിലിട്ട് വിളിക്കണമെങ്കിൽ ഭയങ്കര പാടാന്നേ. ലെവൾക്ക് അതേപോലെ ഞാൻ ആണിയാണ്. സരസുവിന്റെ കുഞ്ഞണി വിളി കേട്ട് ഷോർട്ടാക്കിയതാ. ആണി എന്നുള്ള വേറൊരു വിളിയായിട്ട് ഞാൻ തലമുക്കി നോക്കിയത് ദേ മുന്നിൽ കുട്ടു. കൊമ്മിയുടെ ചേട്ടന്റെ മോനാണ് ആള്. കൊമ്മി അവളുടെ ഏട്ടൻ തമ്മിൽ 10-15 വയസ്സിന് വ്യത്യാസമുണ്ട്. കുട്ടി ഇപ്പൊ 4ാം ക്ലാസ്സിലാണ്. അവന് താഴെ ഒരു വയസ്സുള്ള കുഞ്ഞാവയും കൂടിയുണ്ട്. ചെറ്റയോട് പറഞ്ഞോ? അവന്റെ ചോദ്യം കേട്ട് ഞാനൊന്ന് കൂർപ്പിച്ച് നോക്കി. ഇന്നലെ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ ലവ് ലെറ്റർ പൊക്കിയതാ. അത് കൊമ്മിയോട് പറഞ്ഞോന്നാ ഉദ്ദേശിക്കുന്നത്. ആ കൊമ്മിയുടെ സ്വഭാവം ദീർഘവീക്ഷണം കൊണ്ട് അറിഞ്ഞിട്ടാണ് എന്തോ ഇവന് ചെറുപ്പത്തിൽ അവളെ ചിറ്റായെന്ന് വിളിക്കാൻ നാക്ക് വഴങ്ങില്ല. പകരം ചെറ്റായെന്നായിരുന്നു അറിയാത്ത പ്രായത്തിൽ വിളിച്ചിരുന്നത്. ഇപ്പൊ ശരിയായെങ്കിൽ ഇതുപോലെ കൊമ്മില്ലാത്ത സ്വകാര്യ നിമിഷങ്ങളിൽ ആ പ്രയോഗം അവൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ അവൻ പോക്കലിൽ നിന്ന് 2 കോലുമുട്ടായി എനിക്ക് നീട്ടി കാണിച്ച മനസ്സിൽ ലഡുപൊട്ടി. എങ്കിലും ജാടിയിട്ട് നിന്ന്. ഓ കൈക്കൂലി എനിക്കൊന്നും വേണ്ട. ഓവർ ആക്കാതെ വേണമെങ്കിൽ വാങ്ങിക്കോ. പിന്നെ മറ്റേ ലെറ്ററിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയ നീയും ചെറ്റയും കൂടിയാ കുഞ്ഞാവയുടെ ജൂനിയർ ഹോർലിക്സ് കട്ടിൽ നിന്ന് അമ്മേനോട് പറഞ്ഞു കൊടുക്കും ഞാൻ. നീ എപ്പോഴാണ് ഇത്രയും വളർന്ന്? മിക്കവാറും ഇവന് ഹോർലിക്സ് കുടിക്കുന്നുണ്ടാവും. ദാദാ ഞാൻ അങ്ങനെ ചെയ്യോ?
അവന് നോക്കി വിളിച്ചുകൊണ്ട് കൈയുള്ള ലോലിപോപ്പ് വാങ്ങി. അത് അവന്റെ ഫീസണിൽ വഴങ്ങിയിട്ടൊന്നുമില്ല. ഇന്നത്തെ എന്റെ ലെറ്റർ പാതി ഇവന്റെ ലവ് ലെറ്റർ കോപ്പിയാണല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. ലോലിപോപ്പിന്റെ കവറും കളഞ്ഞ് അതും വായിലിട്ട് ഫോണിൽ കുത്താൻ തുടങ്ങി. ഒരു മുട്ടായി തീർന്നിട്ട് പോലും ആ കൊമ്മി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടതും ഞാൻ കൊട്ടി വിളിച്ചു. അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നവൾ നോക്കിയൊന്ന് വിശ്വസിച്ചു. കല്യാണത്തിന് പോകുന്നവരെ ഇതിലും സിമ്പിളായിട്ട് ഒരുങ്ങും. പ്രഹസനായി ഇതൊക്കെ, വെറും പ്രഹസനം. പാടി വൈകിക്കണ്ട, പോവാ. എണിച്ചുകൊണ്ട് കൊമ്മി പറഞ്ഞു. ഞാനും അതേ ഇളി തിരിച്ചു കൊടുത്തു. പിന്നെ പോവാ. ഞങ്ങൾ രണ്ടും ആളിലേക്ക് എത്തിയതും ആന്റി കൊമ്മിയെ തുറച്ചു നോക്കുന്നുണ്ട്. ഇത്രയും സമയം അയ്യോ അമ്മേ ഞാനിപ്പോ ചാകേ എന്ന ലൈനിൽ ഉണ്ടായവളാ ഇപ്പൊ കുമ്മായപ്പൊടിയിൽ വീണ പോലെ മോന്തയും വെച്ച് ചാടിത്തുള്ളി നടക്കുന്നു. അതിന് മറുപടി അവൾ വിളിച്ചു കാണിച്ച് ഫ്ലാറ്റ് വിട്ട് ഇറങ്ങി. ഞാൻ ലിഫ്റ്റിൽ കയറി 5th ഫ്ലോറിലേക്ക് പ്രസ് ചെയ്തു. 4th ഫ്ലോറിലുള്ള നമ്മളെന്തിനാടി 5th ഫ്ലോറിലേക്ക് പോകുന്നത്? താഴേക്കല്ലേ പോണ്ടേ? അവൾക്ക് മറുപടിയായി ഒന്ന് വിളിച്ചു കാണിച്ച് ടീഷർട്ടിന്റെ ഇടയിൽ നിന്ന് ലെറ്റർ എടുത്ത് കാണിച്ചു. ഓ നിന്റെ ഇലി കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇതിപ്പോ മാസം 3 ആയില്ലേ, അല്ലേ നടക്കുവോ? നെഗറ്റീവ് അടിക്കാതെ തെണ്ടി. അഥവാ ഒന്നും നടന്നില്ലെങ്കിൽ ഐഡിയ പറഞ്ഞു നിന്റെ കാര്യമായിരിക്കും ആദ്യം ഗോവിന്ദ ആവുന്നു. ഞാൻ പല്ലടിച്ച് പറഞ്ഞു. അവൾ എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്നു. ലിഫ്റ്റ് ഇറങ്ങി കൊമ്മിയുടെ കൈയും പിടിച്ച് മെല്ലെ നടന്ന് ഫ്ലാറ്റ് നമ്പർ C6 മുമ്പിലെത്തിയതും ഞാൻ ചുറ്റും നോക്കി. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കടി. കൊമ്മിയെ CID പണിയേൽപ്പിച്ച് ടീഷർട്ടിന്റെ ഇടയിൽ വെച്ച പേപ്പർ കയ്യിലെടുത്ത് ഒന്നുകൂടി ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പുറത്തുള്ള ലെറ്റർ ബോക്സിലിട്ട് അവിടുന്ന് ഒറ്റ ഓട്ടം ഓടി. തിരിച്ച് ലിഫ്റ്റിലേക്ക് കയറാൻ നിന്നും ലിഫ്റ്റ് എൻഗേജ്ഡ് ആയി. ഞാൻ ഓപ്പൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിന്നും കൊമ്മി എന്റെ കൈയും വലിച്ച് സ്റ്റെയർ വഴി ഇറങ്ങാൻ തുടങ്ങി. നിനക്കെന്താ വട്ടായോ? ഈ കണ്ട സ്റ്റെയർ മൊത്തം ഇറങ്ങണ്ടേ? ലിഫ്റ്റ് വെയിറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആവില്ലായിരുന്നോ? പിന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവും. പിന്നെ അതിൽ നിന്ന് നിന്റെ ജയ്യേട്ടൻ ഇറങ്ങി വരും. നമ്മളെ കാണുന്നു. അപ്പൊ എപ്പോഴത്തേക്കും ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകും. നീ ലെറ്റർ ബോക്സിൽ കൊണ്ടിട്ട് ലെറ്റർ കാണുമ്പോൾ അങ്ങേക്ക് ഫിഷ് അടിക്കും. 4th ഫ്ലോറിലുള്ള നമ്മളിവിടെ എന്തിനു വന്നെന്ന് ആലോചിക്കും. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് തപ്പി നിന്റെ ഫ്ലാറ്റ് മുമ്പിൽ വന്ന് നിന്നെ പൊക്കും. എന്നിട്ട് നീ എഴുതി വിട്ട എല്ലാ വിവരക്കേടുകളും വിളമ്പും. ഇത് കേട്ട് കുടുംബത്തിന് അഭിമാനം കളഞ്ഞിലോടി എന്നും പറഞ്ഞ് സരസു നിന്നെ ഏതെങ്കിലും നല്ലവനായ ഉണ്ണിയെ കൊണ്ട് കെട്ടിക്കും. അവസാനം വേണമെങ്കിൽ ശുഭ എന്നുകൂടി വെക്കാം. എന്തേ? കൊമ്മി പറഞ്ഞപ്പോഴാണ് എനിക്കും കാര്യം കത്തിയത്. ജയ് സ്ഥിരം വരാനുള്ള സമയം ഇത് തന്നെയാണ്. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നിരുന്നെങ്കിൽ അവൾ പറഞ്ഞ പോലെ പലതും നടന്നേനെ. സ്റ്റെയർ ഇറങ്ങുന്നതിനിടയിൽ അവിടെ നിന്ന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ നേരെ കണ്ണുപോയത് തന്നെ ലെറ്റർ ബോക്സിന്റെ മുകളിൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ആ പേരിലേക്കാണ്. ധൻജയ് കൃഷ്ണ. ഇങ്ങനെ ഞാൻ ആദ്യം കണ്ട് TV-യിലാണ്. അതും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ഏതോ സിംഗിങ് റിയാലിറ്റി ഷോയിൽ വന്നതാണ്. അപ്പോൾ ആൾക്ക് ഏകദേശം 18-ന്റെ അടുത്ത് പ്രായം കാണും. നീണ്ട് കണ്ണു മറക്കുന്ന തരത്തിലുള്ള കോലമുടിയും ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കുഞ്ഞി കണ്ണുകളും ആരെയും പിടിച്ചിരുത്തുന്ന നേർമയുള്ള ശബ്ദവും. ആളുടെ ആദ്യ പാട്ട് കേട്ടപ്പോൾ തന്നെ ഇംപ്രസ്സായി ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നെ ഇങ്ങനത്തെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചാൽ മതിയെന്ന്. TV-യിൽ തന്നെ ലയിച്ചിരുന്ന അമ്മ ഞാൻ എന്താണെന്ന് പറഞ്ഞെന്ന് പോലും ശ്രദ്ധിക്കാതെ തലയാട്ടി. അന്നു മുതൽ എൻ്റെ സ്വപ്നത്തിലെ ഭാവി ഭർത്താവിൻ്റെ മുഖം ഇവനായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവനെ വേണമെന്നില്ലായിരുന്നു. ഇതുപോലെ തന്നെയുള്ള ഒരാൾ. പിന്നീട് ദിവസവും കുത്തിയിരുന്നത് നോക്കാൻ തുടങ്ങി. അതിനിടയിൽ ആരുടെയോ നിർഭാഗ്യവശാൽ എലിമിനേഷനിൽ അങ്ങേര് പെട്ടിയും കിടക്കെടുത്ത് പോയി. എപ്പോഴും ഞാനും അങ്ങനെ ഒരാളെ കുറിച്ച് മറന്നുപോയി. തിരക്ക് പിടിച്ച ജീവിതമല്ലേ, സ്വാഭാവികം. പിന്നീട് അവൻ പ്രത്യക്ഷപ്പെട്ടത് 1-2 വർഷം മുന്നേ ഏതൊരു പരസ്യത്തിലാണ്. ഇതിനെ ഞാൻ എവിടെയോ എന്ന ചിന്ത വന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കി. ചിരിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ആ കണ്ണുകൾ കണ്ടതും തലയിൽ ബൾബ് മിന്നി. ഓ ഇതിൽ അവൻ തന്നെ എന്ന് പരസ്യത്തിൽ കാണുന്ന മൊഞ്ചന്മാരെയൊക്കെ തിരഞ്ഞു കണ്ടുപിടിക്കുന്ന ഒരു ശീലമായതുകൊണ്ട് ഇവനെയും വെറുതെ വിട്ടില്ല. ഗൂഗിൾ അമ്മച്ചിയുടെ അടിവേര് വരെ ചികഞ്ഞ് ഇൻസ്റ്റ ID തപ്പിയെടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.